ആരെങ്കിലും കോഴിക്കോട് ജില്ലയിൽ വന്നിട്ട് സഹായം കിട്ടാതെ വലയുന്ന ആൾക്കാരാണോ? എങ്കിൽ പറയൂ, നിങ്ങളെ ഞാൻ സഹായിക്കാം. എന്താണ് എന്നോട് നിങ്ങൾ സഹായം ചോദിക്കാത്തേ? ഈ കോഴിക്കോട് ജില്ലയിൽ വരുമ്പോൾ നിങ്ങൾ എന്നോടുകൂടി ഒരു സഹായം ചോദിക്കണ്ടേ? നിങ്ങൾക്ക് അങ്ങനെ സഹായം വേണമെങ്കിൽ നിങ്ങളെ സഹായിക്കാനല്ലേ ഞാനിതേ ഇവിടെ പന പോലെ നിൽക്കുന്നത്. കണ്ടോണ്ടിരിക്കുന്ന ആൾക്കും ഒന്നും മനസ്സിലാവുന്നില്ലല്ലേ? എന്താണെന്നറിയോ? ഒരു തെറിത്താത്ത ഉണ്ടല്ലോ, നമ്മുടെ തെറിത്താത്ത 2 ദിവസങ്ങളായി കോഴിക്കോട് ജില്ലയിൽ പൊട്ടാപ്പൊരി വെയിലത്ത്, നമുക്ക് വെയിൽ കാണാൻ, വെയിൽ കണ്ണിലടിച്ചിട്ട് കണ്ണട വരെ വെച്ചിട്ട് അങ്ങനത്തെ ഒരു ഗതികേടിൽ 2 ദിവസമായി കോഴിക്കോട് തെണ്ടിക്കണ്ട് നടക്കുന്നു. എന്നാത്തിനാണെന്നറിയാവോ? ജാമിത ടീച്ചർ ഉണ്ടല്ലോ, ജാമിത ടീച്ചറെ കുഴി തോണ്ടാൻ വന്നതായിരുന്നു. പക്ഷേ തോണ്ടിയ JCBൻ്റെ കൈയൊടിഞ്ഞു പോയി എന്നാണ് ഇപ്പം കേൾക്കുന്നത്. വല്ലാത്തൊരവസ്ഥ തന്നെയല്ലേ? അങ്ങ് അപ്പുറത്തും കോട്ടയത്തു നിന്ന് അങ്ങാണ്ടും വന്നിട്ട് ഇവിടെ വന്ന് കൈയൊടിഞ്ഞു പോകുന്നൊരു സാഹചര്യം എന്ന് പറയുന്നത് വളരെ ദയനീയമാണ്. ഈ ഒരവസ്ഥ നിങ്ങൾക്കല്ലാണ്ട് വേറെ ആർക്കും ഉണ്ടാവില്ല തെറിത്താത്ത. എന്താ വെച്ചാൽ ജാമിത ടീച്ചറുടെ വീഡിയോസൊന്നും ഇനി മേലാ ചെയ്യരുതെന്നും ചെയ്ത വീഡിയോസൊക്കെ ഡിലീറ്റ് ചെയ്യാനും പറഞ്ഞ് കോടതിയിൽ നിന്ന് ഇന്ന് ഉത്തരവ് വന്നിട്ടുണ്ട്. ഇനി മേല ഈ കോഴിക്കോട് പഞ്ചായത്ത് കണ്ട കാലിൻ്റെ മുട്ടുകാല് തല്ലി ഒടിക്കുന്നാണ് എല്ലാവരും പറഞ്ഞ് കേൾക്കുന്നത്. എന്നാലും എൻ്റെ താത്തേ, നിങ്ങൾക്ക് എൻ്റെ ഒരു ജാരന് നിങ്ങൾക്ക് എന്തോ വൈകാട്ടിയായി എന്നൊക്കെ ഏതോ ഗ്രൂപ്പ് പറഞ്ഞെന്നൊക്കെ കേട്ടു. അവനും കൈയൊഴിഞ്ഞു. അവൻ അങ്ങനെയാണ് താ, അവൻ കൈയൊഴിയൂ. അവൻ്റെ ആവശ്യത്തിന് മാത്രമേ അവൻ കൂടെ നിൽക്കുള്ളൂ. പിന്നെ അവൻ കൈ മലർത്തുത്താ. ഏതായാലും ആ 1.5 കാലും വെച്ചിട്ട് ഓടുന്നൊരവസ്ഥ. ഞാനിതേ നടക്കുന്നത് പോലും ഈ സ്റ്റിക്കിൻ്റെ മുകളിലാണ്. എന്നിട്ട് ഞാൻ ഒറ്റക്ക് വന്നില്ലേ? വന്നിട്ട് എവിടെ പോയി? ഓടിയ ഓട്ടത്തിൽ പുല്ലും കൂടി മുളച്ചില്ലല്ലോ. ഞാൻ വന്നു. വന്നു, കണ്ടു, കീ അടക്കി എന്നായി പറയാൻ വന്നത്. പക്ഷേ കീ അടങ്ങി. ആര്? തെറിത്താത്ത. നാലുൻ്റെ താ, നിങ്ങളിങ്ങനെ കഷ്ടപ്പെട്ടിട്ട് ആടുന്നെങ്ങാണ്ടും വന്ന്. ഇപ്പം ഞാനൊരു ഗ്രൂപ്പിലൊരു വോയിസ് കേട്ടു, എനിക്ക് പെരുന്നാൾ പോലും ഇല്ല, നിങ്ങളെ പെരുന്നാൾ നമ്മൾ ഇല്ലാണ്ടാക്കിയതല്ലോ, നിങ്ങൾ വലിയ വാദം ഇളക്കിയിട്ട് നിങ്ങൾ അങ്ങനെയാണ്. ആരോ എങ്ങനെയോ ജീവിച്ചോട്ടെ, അത് അവരുടെ ഇഷ്ടം. ഇതെന്ന് വെച്ചാലേ നമ്മുടെ ഈ നാട് എന്ന് പറയുന്നത് ആർക്കും ഏത് രീതിയിലും ഏതൊരിഷ്ടത്തിലും ജീവിക്കാം എന്നുള്ള ഒരു വ്യക്തി സ്വാതന്ത്ര്യം എന്ന് പറയുന്നൊരു സംഭവം നമ്മുടെ ഇവിടെ ചുറ്റിക്കറങ്ങുന്നുണ്ട്. അതുള്ളിടത്തോളം കാലോ താത്ത നമുക്ക് ആരെയും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഒരു വ്യക്തിക്ക് എങ്ങനെയാണോ ജീവിക്കേണ്ടത് ആ വ്യക്തിയുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. ഇത്രയും വിവരവും വിദ്യാഭ്യാസവും ഉള്ള മോനോടാണ് ഇംഗ്ലീഷ് മാത്രം പറയുന്ന മാം, നിങ്ങൾക്കിതൊന്നും അറിയത്തില്ലായിരുന്നോ? എന്നാലും എൻ്റെ പൊന്നാര ഗൈസ്, ഈ വീഡിയോ കണ്ടിരിക്കുന്ന ഗൈസുകൾക്ക് എന്തെങ്കിലും മനസ്സിലാവാത്തതിൻ്റെ ഞാൻ പറഞ്ഞു തരാം. ജാമിത ടീച്ചറും തെറിത്തള്ളിയായിട്ട് കുറച്ച് ദിവസങ്ങളായി ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം തെറിത്തള്ള കോട്ടയത്തുനിന്ന് ഫൈറ്റി പോരാത്തതുകൊണ്ട്, വാളെത്താത്തതുകൊണ്ട് കോഴിക്കോട് വന്നിട്ട് ഫൈറ്റാൻ വന്നതായിരുന്നു. അപ്പോൾ കോഴിക്കോട് നമ്മുടെ ടീച്ചറുടെ പരിസരത്ത് കൂടിയൊക്കെ ഒരു മിന്നാഴം പോലെ അങ്ങ് പോവുക. മിന്നൽ മുരളി വേക്കിൽ നിൽക്കും. അമ്മ ആതിരത്തെ രീതിയിൽ വന്നില്ലേ ഇല്ല എന്നുള്ള രീതിയിൽ 30 മിന്നായം പോലെ അങ്ങ് പോയി കളിക്കാം. അപ്പം ഞാൻ ഈ നാട്ടിലുണ്ട്, ശ്രദ്ധിച്ചോ എന്നുള്ള രീതിയിൽ ഒരു വർത്താനോ. അപ്പോൾ മൂപ്പത്തി വിചാരിച്ച് ടീച്ചർ ഇതിനൊന്നും പ്രതികരിക്കുന്നില്ല, ഇവള് പറയുന്നൊക്കെ സത്യാവസ്ഥയാണല്ലോ, അതുകൊണ്ടാണല്ലോ പ്രതികരിക്കാത്തത് എന്നുള്ള ചിന്താഗതി കാഴ്ചക്കാർക്കും. ഇപ്പം പവനായി ശവമായി പെട്ടിയിലായില്ലേ? ആരും സഹായിച്ചില്ലോലെ കോഴിക്കോട് ജില്ലയിൽ വന്നിട്ട്. കാപ്പാട് പോയിട്ട് പള്ളിയിൽ നിന്ന് അടിച്ചിറക്കി. എന്നാ ചെയ്യാനാ മോളെ, നിന്റെ യോഗ അതാടി. മറ്റേ സ്വന്തം കാലിലെ മുറിവിനെ പറ്റി പറയുമ്പോൾ
അല്ല, മറ്റുള്ളവൻ്റെ കാലിൻ്റെ മുറിവിനെ പറ്റി പറയുമ്പോൾ സ്വന്തം കാല് മന്താന്നുള്ളത് മറന്നു പോകരുത്. നീ വലിയ പുണ്യാളിച്ചിയാണ് അല്ലേ? അതുകൊണ്ടാണല്ലോ നിനക്ക് വിനീതേട്ടനോ അയ്യപ്പച്ചേട്ടനോ രമേശേട്ടനോ ഒരു കോയക്കായോ അങ്ങനെ വല്ലതിൻ്റെയൊക്കെ കൂടെ 4 കെട്ടേണ്ടത് വന്നത്. ഒക്കെ നിൻ്റെ ഇഷ്ടം, ഞാനൊന്നും പറയുന്നില്ല. പണ്ടെങ്ങാണ്ടും പറയും, ഈ ചെലവന്മാരുടെ തലയിലെഴുതിയ വടി കൊണ്ടൊരു ഏറെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. എനിക്കതും കിട്ടിയില്ല എന്ന് വെച്ച് എനിക്ക് 4 കെട്ടണം എന്നൊന്നും ഇല്ല കേട്ടോ. എനിക്ക് കെട്ടി എന്നാ മതിയായിക്ക്. അപ്പം അങ്ങനെയാണ് സംഭവം. അപ്പം ഏതായാലും ടീച്ചറെ, പൊളിച്ച ടീച്ചറെ, കാരണം നമ്മളെ നശിപ്പിക്കാൻ ഒരാൾ ഇറങ്ങിയാൽ സ്വയം അഗ്നിയായി മാറുക ചെയ്യേണ്ടത്. അത് നിങ്ങൾ ചെയ്തു. അതിനെക്കാട്ടും വലുതായിട്ട് ഈ സ്ത്രീക്കൊന്നും കൊടുക്കാനില്ല. നമ്മളെ ഒരാൾ നാറ്റിച്ചേ അടങ്ങൂ എന്ന് തോന്നുമ്പോൾ സ്വയം അഗ്നിയായി വെന്തുരുകുന്നതാണ്. എന്തുകൊണ്ടെന്നല്ല, ഇവളെ അടക്കാൻ പറ്റി. ഇത് നിന്റെ തുടക്കം മാത്രമായിരിക്കും മോളെ. വെറുതെ പോകുന്ന പാമ്പിനെ ഒന്ന് ചവിട്ടി നോക്കിയതാ, കൊത്ത് കിട്ടി. ഇനി ചാവുമല്ലേ എന്നുള്ളത് വഴി അറിയാം. എന്നാത്തിൻ്റെ കേടായിരുന്നു കൊച്ചേ നിനക്ക്. നീയും ഞാനും തമ്മിൽ പല പല വാക്ക് തർക്കങ്ങളും ഉണ്ടായിക്ക്. എന്നാ പോലും ഇല്ലേ ഒരു സ്ത്രീ എന്ന പരിഗണന ഞാൻ നിനക്ക് തന്നില്ലായിരുന്നോ കുട്ടാ? നിനക്കത് വേണ്ടാന്ന് വെച്ചാൽ പോരായിരുന്നോ? സുഖമായിട്ട് ഇനിയിപ്പോൾ ചാനലങ്ങാണ്ട് അടിച്ചു പോയാലോ? കർത്താവേ, നിനക്ക് ആര് ചോറുണ്ടത്തരുടെ? ആരെങ്കിലും ഉണ്ടാവും. അപ്പം അങ്ങനെയാണ്. ഏതായാലും ടീച്ചർ ഷഫീന ബിബീനെ അടിച്ച് പരത്തി എന്നുള്ള ഒരു ന്യൂസ്, കുറേ വോയിസ് ഉണ്ട്, കേട്ടിട്ട് ചിരിച്ചിരിച്ച് പണ്ടാരടങ്ങിക്ക്. ഇന്നലെ വരെ അഹങ്കരിച്ച ഒരാൾ ഇന്ന് കുത്തിരിന്ന് കരയുന്നൊരവസ്ഥ ദയനീയം. വല്ലാത്തൊരു ദയനീയമായിട്ടുള്ള അവസ്ഥയാണ് മോളെ അത്. സാരല്ല കേട്ടോ, മിഠായി മേടിച്ചിരേ, സമാധാനിക്ക്. മോനുമായിട്ട് നാട്ടിൽ നിന്ന് പോയോ? നിനക്ക് തന്ന സിംഗിടി ഉണ്ടല്ലോ സഹായത്തിന് വന്ന്, അവനെന്താക്കി? അവൻ തേച്ചോടെ? എന്തോ ആവട്ടെ. ഏതായാലും സാരല്ല കേട്ടോ, ഇനി അങ്ങ് ശീലമായിക്കോളേ. തോറ്റ് എന്നാലും നിങ്ങൾ എൻ്റെ വീടിൻ്റെ പരിസരത്ത് കൂടി ഒന്നും പോയ പോലെ. ജാമിത ടീച്ചറെ വീടിൻ്റെ അടുത്തുനിന്ന് ഒരു ഇച്ചിരല്ല ഇങ്ങനെ എൻ്റെ പുരയിലേക്കുള്ള ഒരു ഇച്ചിരി ഓട്ടോ വിളിച്ച് വന്നാൽ പോരാ. പൈസ നിങ്ങൾക്ക് തരൂലായിഞ്ഞോ? എന്നാലും എൻ്റെ വീടിൻ്റെ പരിസരത്തൂടെ പോകാനുള്ള ഗഡ്സ് നിങ്ങൾക്ക് ഇല്ലാണ്ടായിപ്പോയല്ലോ. നിങ്ങൾ വരുമെന്ന് വിചാരിച്ച് 2 ദിവസം അരുണ് ലീവും എടുത്ത്. എൻ്റെ പണി വെറുതെ പോയി. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുന്ന നിങ്ങളെ സമാധാനിപ്പിക്കുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തമാണ്. സാരല്ല കേട്ടോ, ഇതിലും വലുത് പെട്ടെന്ന് വരികയെ പ്രാർത്ഥിക്കുന്നുണ്ട് ഞാൻ കേട്ടോ.